ജില്ലയിലെ തിരഞ്ഞെടുക്കപ്പെട്ട യുവാക്കൾക്കായി നെന്മാറയിൽ നടന്ന അഭ്യുദയ നേതൃത്വ പരിശീലന ക്യാമ്പ് സമാപിച്ചു. 5 ദിവസങ്ങളിലായാണ് ക്യാമ്പ് നടന്നത്. നെന്മാറ സെന്റർ ഫോർ ലൈഫ് സ്കിൽ ലേണിംഗിന്റെയും നെഹ്റു യുവകേന്ദ്രയുടെയും ഭാവിക ഫൗണ്ടേഷന്റെയും നേതൃത്വത്തിലാണ് ജില്ലയിലെ തിരഞ്ഞെടുക്കപ്പെട്ട 70 യുവാക്കൾക്കായി നേതൃത്വ പരിശീലന ക്യാമ്പ് സംഘടിപ്പിച്ചത്. കുട്ടികളുടെ മാനസിക ശാരീരിക വികസനം ലക്ഷ്യമാക്കി സംഘടിപ്പിച്ച നേതൃത്വ പരിശീലന ക്യാമ്പിൽ ആശയവിനിമയശേഷി വർദ്ധിപ്പിക്കൽ, ജീവിത നൈപുണ്യ പരിശീലനം, പ്രകൃതി പഠന യാത്രകൾ, ബോധവൽക്കരണ പരിപാടികൾ, ലഹരിക്കെതിരെയുള്ള പ്രവർത്തനങ്ങൾ എന്നിവയും നാടൻപാട്ടും നാട്ടറിവുകളും, യുവാക്കളും നിയമവശവും, പ്രാദേശിക പത്രപ്രവർത്തനത്തിന്റെ പ്രസക്തി എന്നീ വിഷയങ്ങളിൽ ക്ലാസുകളും സംഘടിപ്പിച്ചിരുന്നു. മികച്ച ക്യാമ്പ് അംഗങ്ങൾക്കും മികച്ച ഗ്രൂപ്പിനുള്ള അവാർഡുകളും ക്യാമ്പിൽ സമ്മാനിച്ചു. 2025-26 വർഷത്തേക്കുള്ള ലഹരിക്കെതിരായ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതിന്റെ ഭാഗമായി ലഹരിവിരുദ്ധ ബോധവൽക്കരണ ഫോട്ടോ പ്രദർശനവും ക്യാമ്പിൽ സംഘടിപ്പിച്ചു. ക്യാമ്പിന്റെ സമാപനം ജില്ലാ പഞ്ചായത്ത് അംഗം ആർ ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. മറ്റേ വീട്ടിലെ ഭക്ഷണം ഉറപ്പായിരിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു പഴയ കാലത്തുണ്ടായിരുന്ന ഒരു കാലഘട്ടം. വിദ്യാർത്ഥികൾ തന്നെയാണെങ്കിലും ബുക്കുകൾ നമ്മൾ ഈ പറഞ്ഞ പോലെ ഇപ്പൊ ബുക്കുകൾ വാങ്ങിക്കാൻ ഉണ്ടായിരുന്നില്ല. നമ്മുടെ പ്രദേശത്തുള്ള 8ാം ക്ലാസ്സിൽ പഠിച്ച കുട്ടിയുടെ ബുക്ക് അടുത്ത 9ാം ക്ലാസ്സിലെ കുട്ടിയുടെ ബുക്ക് ആ കുട്ടിയുടെ അച്ഛൻ തന്നെ കൊണ്ട് കൊടുക്കുന്ന ഒരു കാലഘട്ടത്തിൽ ജീവിച്ചു വളർന്ന ആൾക്കാരാണ്. അത് നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മുടെ നാട്ടിൽ ഈ മലയാളത്തിൻ്റെ നാട്ടിൽ ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് ഈ സാമൂഹ്യമായിട്ടുള്ള ഒരു സേവന സന്നദ്ധനായിട്ടുള്ള ഒരുപാട് പഴയ കാലത്ത് നമ്മുടെ ശ്രീനാരായണ ഗുരുവും അതുപോലെ തന്നെ അയ്യങ്കാളിയും അതുപോലെ തന്നെ മറ്റുള്ള ചട്ടമ്പി സ്വാമികളും ഉഴുതുമറിച്ച മണ്ണാണ്. മനുഷ്യൻ്റെ അന്ന് നമ്മളാരും ജാതി ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല. അന്ന് പക്ഷേ ഇപ്പോൾ അതിലോട്ട് നമ്മൾ വന്നുകൊണ്ടിരിക്കുന്നു. മതങ്ങളൊന്നും ഈ മതങ്ങളാണ് ഇപ്പോൾ ഏറ്റവും വലിയ. CLSL ഡയറക്ടർ അശോക് നെന്മാറ അധ്യക്ഷനായി. വിജിലൻസ് പോലീസ് ഓഫീസർ ജിജോ മുഖ്യാതിഥിയായി. M. വിവേഷ്, സന്ധ്യ മഞ്ഞളൂർ, ഹരി കിള്ളിക്കാവിൽ, K. അദ്വൈത്, R. സജിത്, S. സുമിന എന്നിവർ പ്രസംഗിച്ചു.